നമസ്കാരം. ഇന്നത്തെ LDCയുടെ ഒരു വിശകലന വീഡിയോ ആണ് ഇടുന്നത്. ആലപ്പുഴ LDCയുടെ. അപ്പോൾ 3 ജില്ലകളായിട്ടാണ് ഇന്നത്തെ LDC എക്സാം നടന്നത്. അപ്പോൾ 3 ജില്ലകളുടെ LDC എക്സാം അതിൻ്റെ ആലപ്പുഴ ഉൾപ്പെടെയാണ്. അപ്പോൾ ഈ LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു 13 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കൂടാതെ കെമിസ്ട്രിയിലൊക്കെ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ കുറച്ച് അധികം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കലയിൽ നിന്നൊക്കെ ചോദിച്ചത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കമ്പാരിറ്റീവ്ലി ചോദിച്ചേക്കുന്നത്. കറണ്ട് അഫയേഴ്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഘട്ടം ഒരു ആവറേജ് നിലവാരമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് കാണുന്നത്. ആവറേജ് നിലവാരം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്കിലും ആവറേജ് നിലവാരമാണെങ്കിലും കഴിഞ്ഞ ഘട്ടങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമുള്ള ചോദ്യങ്ങളായിട്ടാണ് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. പൊതുവെ അപ്പോൾ കട്ട് ഓഫ് കുറച്ചുകൂടി ഉയർന്നു നിൽക്കാനാണ് സാധ്യത വരുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് മാത്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് സാധാരണ എളുപ്പമുള്ളതായിരുന്നു. മലയാളം അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് നേരത്തെ പറഞ്ഞു. കറണ്ട് അഫയേഴ്സും കൂടുതലും സ്ഥിരം ചോദിച്ചു വരുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് കൂടാതെ കുറച്ചുകൂടി പ്രയാസമുള്ള ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ്റെ മൊത്തത്തിലുള്ള അനാലിസിസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഘട്ടത്തെക്കാളും കട്ട് ഓഫ് കൂടുതൽ വരാനായിട്ടായിരിക്കും ചാൻസ് വരുന്നത്. അപ്പോൾ LDCയുടെ എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരുന്നുവെങ്കിൽ നിങ്ങളിതിൽ പ്രതീക്ഷ വെക്കുക. വെരിഫൈഡ് ഗ്രൂപ്പുകളോ വല്ലതും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ പ്രൊവിഷണൽ കീ വന്ന് നോക്കിയ ശേഷം ആ പ്രൊവിഷണൽ കീ കൊണ്ട് ഫുള്ള് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കേണ്ട. അതായത് ഫൈനൽ കീ വന്നതിന് ശേഷം മാത്രം മാർക്ക് ഉറപ്പിക്കുക. പ്രൊവിഷണൽ കീയിൽ മാർക്ക് കൂടിയിട്ട് ഫൈനൽ കീയിൽ കുറഞ്ഞൊന്നും വിഷമിക്കേണ്ട. ഇനി അടുത്ത LGS എക്സാം ഉണ്ടെങ്കിൽ LGSന് പഠിക്കുക. ഇല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവരാണ് എങ്കിൽ LSGS ഇല്ലെങ്കിൽ കേരള ബാങ്കിൻ്റെ ഒക്കെ എക്സാം ഉണ്ടെങ്കിൽ അതിന് പഠിക്കുക. ഒരിക്കലും ഒരു എക്സാം കഴിഞ്ഞിട്ട് ഗ്യാപ്പ് എടുക്കരുത്. ഇപ്പോൾ എക്സാമിന് ഇത്ര LDCക്ക് ഇത്രയാണ് പഠിച്ചു എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക. ഒരിക്കലും ഒരു എക്സാം കൊണ്ട് PSC തീർന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാൻസ് തീർന്നു എന്ന് വിചാരിക്കാതിരിക്കുക. ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും പഠനം തുടരുക. ജോലി കിട്ടുക ഇല്ലെങ്കിൽ അഡ്വൈസ് ലെറ്റർ കയ്യിൽ കിട്ടുന്നവരെ നിങ്ങളുടെ പഠനം തുടരുക. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. കൂടുതൽ PSC റിലേറ്റഡ് ന്യൂസ് അതേപോലെ ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.